ഇതെന്റെ ബിസിനസ് അല്ല, ഇതെന്റെ ജീവിതമാണ്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, ഇത് പേഴ്സണൽ ചോയ്സ് അല്ല, ജസ്റ്റ് ബിസിനസ് മാത്രമാണെന്ന്. പക്ഷെ എന്നെ പോലെ സ്വപ്നം ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് ബിസിനസ് അല്ല, ഇത് എന്റെ ജീവിതം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട്, ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ത്യജിച്ച ഒത്തിരി രാത്രികളുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികള്, ഉറങ്ങാതെ വർക്ക് ചെയ്ത രാത്രികള്, ജീവിതത്തില് നമ്മൾ റിസ്ക് ചെയ്ത നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ എനർജി, നമ്മളുടെ പണം, ഇതിനൊക്കെ പകരം വെക്കാനായിട്ട് ഏത് ബിസിനസ്സിനാണ് പറ്റണത്? അതുകൊണ്ട് തന്നെ എന്നെ പോലെ റിസ്ക് എടുത്തിട്ടുള്ള ഒരാളും ജീവിതത്തില് പറയില്ല ഇത് പേഴ്സണൽ അല്ല എന്ന്. കാരണം സോൾ കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഇത് പേഴ്സണൽ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്നറിയാവോ? ലൈഫിൽ കഴിഞ്ഞ 32 വർഷം ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത, ആ ഒരു കൈവിട്ടു പോയ, തകർന്നു പോയ നിമിഷങ്ങള്, മനസ്സ് കൈവിട്ടു പോയ സമയങ്ങള്, ഇവയൊക്കെ സത്യത്തില് പേഴ്സണൽ തന്നെയല്ലേ? നമ്മുടെ നല്ല മെമ്മറീസ്. എത്ര ബർത്ത്ഡേസ് ആണ് ആഘോഷിക്കാൻ പറ്റാതെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത അതെങ്ങനെ നമ്മളുടെ ബിസിനസ് ആയിട്ട് മാറും? പലപ്പോഴും എനിക്ക് ജീവിതത്തില് ഒരു കൂടെ നിൽക്കുന്ന ആൾക്കാർ അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അതിനെ ഒരു ജോലിയായിട്ട് പണത്തിന് വേണ്ടിയിട്ട് ചെയ്യണത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. കാരണം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും വിശ്വസിച്ച് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ, അത് നമ്മളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് എന്നെ പോലെ ബിസിനസ് എന്ന് പറയുന്നത് ജീവിതമാണ്, പേഴ്സണൽ ആണ് എന്ന് ചിന്തിക്കുന്ന, സ്വപ്നം കാണുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരെ ടാഗ് ചെയ്യുക. അതിന് നിങ്ങൾ വന്ന് നിങ്ങളുടെ ആ ഒരു ഇമോഷൻ ഒന്ന് പ്രകടിപ്പിക്കുക. കാര്യം എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു വികാരമാണ്, ഇതൊരു മനസ്സാണ്, ഇതൊരു ജീവിതമാണ്. അവർക്കൊരിക്കലും ഇതൊരു പണമോ അംഗീകാരമോ സമ്പത്തോ അല്ല, ഇത് ജീവിതമാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവത്തെ റിയാലിറ്റി ആക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ്. അപ്പൊ റിസൾട്ടിന് ഒബ്സസ് ചെയ്തിട്ട് പ്രോസസ്സിൽ വിശ്വസിക്കാതെ പെട്ടെന്ന് വലിച്ചെറിഞ്ഞി പോകുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ ഈ ഒരു ഇമോഷൻ ഉൾക്കൊള്ളണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഡ്രീമറായിട്ട് ഫ്രണ്ടിനെ ടാഗ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് പേഴ്സണൽ ആണോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.